CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാൻ MM മണിയെ ഉടുമ്പൻചോലയിൽ നിന്നും മാറ്റിയത് തിരിച്ചടിയായെന്ന് നേതാക്കൾ വിമർശിച്ചു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് മണിയെ മാറ്റിയത്. മറ്റുള്ളവർക്ക് 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോഴും MM മണിയെ തഴഞ്ഞത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. പീരുമേട്ടിൽ CPI ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി ജോയ്മോനാണ് ചേരുന്നത്. ജോയ്മോൻ, CPIM-ന് ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന അവിടങ്ങളിൽ പോലും വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിലിപ്പോൾ ആത്മവിമർശനമായി എന്തെല്ലാം കാര്യങ്ങളാണ് ഉയരുന്നത്? സ്വാതി, നമുക്കറിയാം LDF-ന്റെ അല്ലെങ്കിൽ ഇടത് കോട്ടയായിരുന്നു ഒരു കാലത്ത് ഇടുക്കി എന്ന് പറയാം. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ തവണ 5-4 സീറ്റ് LDF സ്വന്തമാക്കിയപ്പോൾ ഇത്തവണ ദയനീയ പരാജയം, അതായത് 5 സീറ്റുകളും LDF-ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ സംസ്ഥാനത്തേറ്റ തിരിച്ചടി അല്ലെങ്കിൽ തോൽവിക്കൊപ്പം ഇടുക്കിയുടെ തിരിച്ചടിയും പരിശോധിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യാനാണ് ഇന്നത്തെ ജില്ലാ കമ്മിറ്റി ചേർന്നത്. ജില്ലാ കമ്മിറ്റിയിലാണെങ്കിൽ തന്നെ പ്രധാനമായും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേറ്റ ഒരുപാട് തോൽവികൾ അല്ലെങ്കിൽ തോൽവിക്കുണ്ടായ കാരണങ്ങളൊക്കെ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നു വന്നത് ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഉടുമ്പൻചോലയിൽ 2 തവണ ഗംഭീര വിജയം സ്വന്തമാക്കിയ MM മണിയെ മാറ്റിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ KK ജയചന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുന്നത്. അത് വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം എത്തിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അതായത് സംസ്ഥാന സെക്രട്ടറി അംഗമായ KK ജയചന്ദ്രനെ മത്സരിപ്പിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കി എന്ന തരമുള്ള വിമർശനമാണ് ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. അതായത് ഈ 2 ടേം വ്യവസ്ഥയിൽ പലർക്കും, അതായത് ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ പലർക്കും ഈ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോൾ MM മണിയെ മാറ്റി നിർത്തിയത് ഇത്തരത്തിലൊരു ആവശ്യം സംസ്ഥാന ഘടകത്തിന് അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് കൊണ്ടാണ്. അത് വലിയൊരു തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം അല്ലെങ്കിൽ വിശകലനമായി ഉണ്ടായത് ഈ ദേവികുളത്തെ കാര്യമാണ്. അതായത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങിയ മത്സരം, അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ ത്രികോണ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ദേവികുളം. അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവകരമാകും, അല്ലെങ്കിൽ LDF പരാജയപ്പെടുന്ന സാഹചര്യം. അതായത് LDF സ്ഥാനാർത്ഥിയായ രാജ പരാജയപ്പെടുമ്പോൾ അതിൽ പരാജയപ്പെടാൻ കാരണം ഈ മുൻ CPM അല്ലെങ്കിൽ CPM പ്രവർത്തകൻ നേതാവായിരുന്ന S രാജേന്ദ്രൻ്റെ എഫക്റ്റ് കൊണ്ടല്ല. കാരണം S രാജേന്ദ്രന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തോൽവിക്ക്, അല്ലെങ്കിൽ LDF-ന്റെ തോൽവിക്ക് വഴങ്ങത്തക്ക, അല്ലെങ്കിൽ തോൽവിയിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ആ മണ്ഡലത്തിൽ നടക്കാൻ സാധിച്ചില്ല എന്നൊരു കാര്യം കൂടി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. എന്തായാലും സംസ്ഥാന കമ്മിറ്റി അംഗമായ P രാജീവ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. നമുക്കറിയാമായിരുന്നു പല ജില്ലാ കമ്മിറ്റികളിലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇന്ന് ചേർന്ന ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിൽ പ്രധാനമായും സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള, അതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് MM മണിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. അതായത് ഉടുമ്പൻചോലയിൽ നമുക്കറിയാം ആദ്യ തവണ MM മണി മത്സരിക്കുമ്പോൾ നിസ്സാര ഭൂരിപക്ഷത്തിന്, അതായത് 1000-ലേറെ ഭൂരിപക്ഷത്തിന്, വെറും നിസ്സാര ഭൂരിപക്ഷത്തിനാണ് MM മണി ജയിക്കുന്നത്. രണ്ടാം തവണ മുന്നത്തെ തവണ മത്സരിച്ചപ്പോഴായാലും വലിയൊരു, അതായത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് 38,000-ലേറെ ഉള്ള ഒരു ഭൂരിപക്ഷത്തിലാണ് MM മണി ജയിക്കുന്നത്. അത്തരത്തിൽ ഒരു വിജയം സ്വന്തമാക്കിയിട്ട് മൂന്നാം തവണ ഒരു അവസരം നൽകാതെ, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ തുറച്ച് ഉറപ്പാക്കാണ്ട് MM മണിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ നിന്നാണ് പ്രധാനമായും ഈ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്.